ഹായ്, ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവർക്കും നമസ്കാരം. സേഫ്റ്റി ടെക് അറ്റ് 35 ഇയേഴ്സ്. അതെ, ഇന്നേക്ക് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന HSE എഞ്ചിനീയറിംഗ് സ്ഥാപനം, ഹെൽത്ത് സേഫ്റ്റി എഞ്ചിനീയറിംഗ് സ്ഥാപനം, സേഫ്റ്റി ഓഫീസേഴ്സിനെ മോൾഡ് ചെയ്യുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് 35 വർഷത്തെ ആധികാരികതയിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഈ സേഫ്റ്റി മേഖലയിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാന പുരസ്സരം അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ഒരു സെന്ററിലൂടെ പഠിച്ച് ഉന്നത വിജയങ്ങളെത്തിയ ഓരോ വ്യക്തികളും രക്ഷപ്പെടുമ്പോൾ ഓരോ കുടുംബമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് സമ്പൽ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്താൻ ഈ ഒരു മേഖല കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, അന്ന് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന കോഴ്സുകളായിരുന്നു കൂടുതൽ നടന്നിരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ജൈത്രയാത്ര തുടങ്ങിയാണ്. ഇന്നിപ്പോൾ ഒരു മാസം പോലും ഇടതടവില്ലാതെ നമ്മുടെ സെന്ററുകളിൽ സേഫ്റ്റി ഓഫീസേഴ്സിനെ മോൾഡ് ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ വളരെ ഹയർ സാലറിയിൽ കേവലം ഒരു 10th തൊട്ട് മുകളിലോട്ടുള്ള 10ാം ക്ലാസ് തൊട്ട് മുകളിലോട്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി ആൾക്കാരാണ് ഇവിടെ വന്ന് ഈ ഒരു പുതിയ മേഖലയെ പറ്റി മനസ്സിലാക്കി എക്സ്പെർട്ടായിട്ടുള്ള HSE ഓഫീസേഴ്സായിട്ടും സേഫ്റ്റി ഓഫീസേഴ്സായിട്ടും ഒക്കെ എബ്രോഡിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയും വർഷം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ എടുത്തു പറയപ്പെട്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കോഴ്സൊക്കെ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളൊക്കെ പോയി സേഫ്റ്റി മേഖലയിൽ വർക്ക് ചെയ്ത് തിരികെ വന്നിട്ട് സ്വന്തമായി സെന്ററുകൾ തന്നെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരു ദീപം കത്തിച്ചാൽ അതിൽ നിന്ന് നിരവധി ദീപങ്ങൾ തെളിയുന്നത് പോലെ എൻ്റെ ശിഷ്യരായിട്ടുള്ള ആൾക്കാർ ഈ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ സ്വന്തമായി അക്കാഡമികൾ ആരംഭിച്ചു. ഇന്നിപ്പോൾ കാണുന്ന ഒട്ടുമിക്ക സേഫ്റ്റി മേഖലയിൽ പഠിപ്പിക്കുന്ന അക്കാഡമികളൊക്കെ സേഫ്റ്റി ടെക്കിന്റെ പ്രൊഡക്റ്റുകളാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. കാരണം ആ ഒരു പാരമ്പര്യം, ഇത്രയും ദീർഘനാളത്തെ ആ ക്രെഡിബിലിറ്റി തന്നെയാണ് വീണ്ടും വീണ്ടും ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ സേഫ്റ്റി പ്രൊഫഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോഴും 1 മന്തിന്റെ ക്രാഷ് കോഴ്സാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം കൊണ്ട് തന്നെ 2-3 വർഷത്തെ കൃത്യമായ നോളജ് കൊടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ, ടെക്നിക്കൽ സൈഡ് ഇതെല്ലാം. എന്തുകൊണ്ടാണ് സേഫ്റ്റി ടെക്കിന് ഈ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സേഫ്റ്റി ടെക്കിൽ മാത്രമേ ഉള്ളൂ പ്രൊഫഷണലി സേഫ്റ്റി എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട രംഗത്ത് നിരവധിയായ കമ്പനികളുടെ വർക്ക് കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് നടന്നുള്ളൂ. അതിന്റെ അക്കാഡമിക് സെക്ഷനാണ് സേഫ്റ്റി ടെക് മാനേജർ. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പാരിറ്റീവ് മെത്തേഡായിട്ടുള്ള ഒരു ട്രെയിൻ സെക്ഷൻ അല്ല, മറിച്ച് ഈ നേരിട്ട് വിടുന്ന പ്രാക്ടിക്കൽ മെത്തേഡാണ്. ഫണ്ടമെന്റൽ മെത്തേഡ് എന്ന് പറയും. ഈ കമ്പാരിറ്റീവ് മെത്തേഡും ഫണ്ടമെന്റൽ മെത്തേഡും ഉണ്ട് ഏത് ട്രെയിനിങ് സെക്ഷനും. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ശിക്ഷണങ്ങളൊക്കെ വന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടുത്ത് തുടങ്ങുന്നു, ഒരു വാടകയ്ക്കൊക്കെ ഒരു ബിൽഡിംഗ് എടുക്കുന്നു, അവിടെ ഒരു പേരൊക്കെ ഇട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളെ തിയറി സൈഡായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, കമ്പയർ ചെയ്ത് കൊടുക്കുന്നു, ഒരറിവിനെ കമ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റഡി. പക്ഷേ സേഫ്റ്റി ടെക്കിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരമായ സംവിധാനമാണ്. എൻ്റെ സ്വന്തം ബിൽഡിങ്ങുകളും ഹോസ്റ്റലും ഒക്കെ തന്നെയാണ്. കാരണം ഇത്രയും വർഷത്തെ പാരമ്പര്യം ഉള്ളത് കാരണം ഫ്രീ ആയിട്ട് ഹോസ്റ്റൽ സൗകര്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അത് പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൊടുക്കുമ്പോഴാണ് അത് ഫണ്ടമെന്റൽ മെത്തേഡാകും. അപ്പോൾ കമ്പാരിറ്റീവ് മെത്തേഡും ഉണ്ട്, ഫണ്ടമെന്റൽ മെത്തേഡും ഉണ്ട്. നമ്മളൊരു വർക്ക്ഷോപ്പ് ഉള്ള സ്ഥലത്ത് നിന്ന്, ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് വർക്ക്ഷോപ്പുള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ മെക്കാനിസം പഠിക്കുന്ന പോലെ തന്നെയാണ്. അവർ ഓൾറെഡി ആ രംഗത്താണ്. അല്ലാതെ തിയറി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരിടത്ത് പഠിക്കാൻ സാധിക്കും. പലപ്പോഴും ഇന്ന് കാണുന്ന ഒരുപാട് ആൾക്കാർ സേഫ്റ്റിയുടെ പല കോഴ്സുകളൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ്സുകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്താണ് ടെക്നിക്കൽ സൈഡ് എന്നുള്ളതിനെ പറ്റിയും അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടം മാറിയിരിക്കുകയാണ്, സ്മാർട്ട് യുഗമാണ്. നമ്മൾ ഒറ്റ മാസം കൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കൈ കിട്ടിയാൽ, ഫ്രഷ് ആയിട്ടുള്ള ആളാണെങ്കിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവരെ കൃത്യമായിട്ട് മോൾഡ് ചെയ്ത് നമുക്ക് തന്നെ പറഞ്ഞു, ഇത്രയും നാളത്തെ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഇവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ഡിപ്ലോമ പ്രോഗ്രാം പോലെ തന്നെ അതിനുവേണ്ട സപ്പോർട്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊടുക്കും. പിന്നെ ഈ സർട്ടിഫിക്കറ്റിനൊക്കെ വെരിഫിക്കേഷനൊക്കെ ഉണ്ടാകും. എബ്രോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സത്യസന്ധം തന്നെയാണോ? ഈ ടെമ്പററി ആയിട്ട് നടന്ന സ്ഥാപനങ്ങളിലൊന്നും പലപ്പോഴും പിന്നീട് ഒരു വെരിഫിക്കേഷൻ കമ്പനിക്കാരയച്ചാൽ ആ സർട്ടിഫിക്കറ്റ് നൽകിയ അഡ്രസ്സില്ലാത്ത സ്ഥാപനം പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ടൊരു സ്ഥാപനത്തിൽ മാത്രമേ നമ്മൾ ഈ കോച്ചിങ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് അപകടമാണ് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇത്രയും നാളത്തെ ആ ട്രെയിനിങ് എക്സ്പീരിയൻസും പെർമനന്റ് ആയിട്ടുള്ള സംവിധാനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ എപ്പോഴും എംബസി അറ്റസ്റ്റബിൾ ആണ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. പ്രത്യേകിച്ചും സൗദി പോലുള്ള രാജ്യങ്ങളിൽ
പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ എംബസി അറ്റസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ സേഫ്റ്റി ടെക്കിൻ്റെ കൃത്യമായ രീതിയിൽ സൗദി എംബസി പോലും അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് 10ാം ക്ലാസ് തൊട്ട് മുകളിലോട്ട് വിദ്യാഭ്യാസമുള്ള ഏത് കുട്ടികളെയും കയ്യിൽ കിട്ടിയാൽ 1 മാസം കൊണ്ട് സ്റ്റഡിയാക്കി പെർഫെക്റ്റ് ആക്കി ജോലി വാങ്ങിക്കൊടുക്കുന്നത്, അതായത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വരെ കൊടുത്തുകൊണ്ടാണ്, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പം ലോകമെമ്പാടും, അത് അറേബ്യൻ കൺട്രീസ് മാത്രമല്ല എബ്രോഡിലും യൂറോപ്യൻ കൺട്രീസിൽ പോലും ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള നിരവധി ആൾക്കാർ HSE മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞു വരുമ്പം എൻ്റെ കുലത്തൊഴിലാണിത്. അതുകൊണ്ട് തന്നെ കുടുംബപരമായ രീതിയിൽ ഇത് തന്നെയാണ് എൻ്റെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത്. എനിക്ക് 2-3 മക്കളുള്ളതിൽ മൂത്തയാളും HSE ഓഫീസർ തന്നെയാണ്. ഇപ്പോൾ യു കെയിൽ ഈ പറയുന്ന പ്രിസൺസിൽ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ HSE ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ രംഗത്തിന്റെ ആ പ്രസക്തി അത്രത്തോളം ഉള്ളതുകൊണ്ടല്ലേ വരും തലമുറ പോലും ഇതിലേക്ക് എത്തുക. ഇപ്പം ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്ന നിരവധി ആൾക്കാർ, അവരുടെ കുടുംബത്തിലുള്ള നിരവധി വ്യക്തികളെ അവർക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സെന്ററിലേക്കാണ് വിടുന്നത്. ആ ഒരു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇവിടെ എല്ലാ ബാച്ചുകളും ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, എപ്പോഴും നിങ്ങൾക്ക് ഒരു തൊഴിൽ രഹിതരായിട്ടുള്ള കുട്ടികൾ ആരും ആയിക്കോട്ടെ, ഏത് ട്രേഡ് പഠിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ 1 മാസം കൊണ്ട് അവരെ പുതിയൊരു വാതായനത്തിലേക്ക്, സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിക്കും. ഹയർ സാലറിയാണ്, നല്ല പവർഫുള്ളുള്ള ജോലിയാണ്, ഗ്യാരണ്ടിയോടുകൂടി തന്നെ നമുക്ക് ഇറങ്ങിത്തിരിക്കാവുന്നതാണ്. നിങ്ങൾ ഇത്രയും നാളും എടുത്ത ട്രേഡ് എന്തും ആയിക്കോട്ടെ, BTechോ MBAയോ, അല്ലെങ്കിൽ അത് ഫെയിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കായിട്ട് ഒരു തൊഴിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു രംഗത്തേക്ക് ഗൈഡ് ലൈൻസ് കിട്ടുന്നതായിരിക്കും. ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.